ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോറിലേഷൻ എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷനൊക്കെയാണ് നോക്കിയിരുന്നത്. ഇനി നമുക്ക് അതിൽ പല മെത്തേഡുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പല മെത്തേഡിലാണ് നമ്മൾ കോറിലേഷൻ കാണണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ സ്കാറ്റർ ഡയഗ്രാം, ഗ്രാഫിക് മെത്തേഡ്, കാൾ-പേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. അങ്ങനെ 6 മെത്തേഡിലാണ് നമ്മൾ കോറിലേഷൻ പഠിക്കുന്നത്. അതിൽ സ്കാറ്റർ ഡയഗ്രം, ഗ്രാഫിക് മെത്തേഡിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കാൾ-പേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. കാൾ-പേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ട് കാൾ-പേഴ്സൺസ് ഡിനോട്ട് ചെയ്യുന്നത്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ എന്നാണ്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നോക്കുക. ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഡോ എക്സ് ഡോ വൈ അല്ലേ. സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ, വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ. നോക്കാം. ഇനി ഡോ എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സീരീസ് എക്സ്, ഡോ വൈ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സീരീസ് വൈ. ഇനി എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. ആർ എന്ന് പറയുന്നതാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഈ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഫോർമുലേനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണ്. ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. നമ്മളിതായിരിക്കും നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പഠിച്ചാൽ മതി. ഓർ സിഗ്മ ഡി എക്സ് ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ, വേർ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ, വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ. ആ ഒരു ഫോർമുലയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ. ഇനി എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുന്നത്? സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് ദ ഡീവിയേഷൻ ഓഫ് എക്സ് സീരീസ് ഫ്രം ദ മീൻ ഓഫ് എക്സ് ആൻഡ് ഡിനോട്ട് ദിസ് ഡീവിയേഷൻ ആസ് എക്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് കാണണം? ഡീവിയേഷൻസ് കാണണം. അതിനുശേഷം എക്സ് മൈനസ് എക്സ് ബാർ കാണും. അതാണ് എക്സ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ സ്ക്വയർ ദീസ് ഡീവിയേഷൻ ആൻഡ് ഗെറ്റ് ദ ടോട്ടൽ, ദാറ്റ് ഈസ് സിഗ്മ ഡി എക്സ് സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ. ഇനി ടേക്ക് ദ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കാണുക? വൈ സീരീസിൻ്റെ കാണുക. അതായത് ഡീവിയേഷൻ ഓഫ് വൈ സീരീസ് ഫ്രം ദ മീൻ ഓഫ് വൈ, വൈൻ്റെ മീൻ കണ്ടിട്ട് അതിൽ നിന്നും നമ്മൾ ഡീവിയേഷൻസ് എടുക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അതാണ് സിഗ്മ ഡി വൈ സ്ക്വയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മീൻ കാണുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്, ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇനി മൾട്ടിപ്ലൈ ദ ഡീവിയേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ സീരീസ് ആൻഡ് ഗെറ്റ് ദ ടോട്ടൽ, ദാറ്റ് ഇസ് സിഗ്മ ഡി എക്സ് ഡി വൈ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഇതിങ്ങനെ സ്റ്റെപ്പ് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടഫായിട്ടും തോന്നാം. ഇത് സിഗ്മ ഡി എക്സ് സിഗ്മ ഡി വൈ നമ്മൾ എന്ത് ചെയ്യുക? ഡി എക്സ് ഡി വൈ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സിഗ്മ കാണാം. ദെൻ കാൽക്കുലേറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ആൻഡ് കാൽക്കുലേറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുന്നത്. ഇനി നമ്മളിങ്ങനെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുമ്പോൾ കുറച്ച് അസംഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുന്നത്. അതിൽ പറയുന്നത് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. ഈ വാരിയബിൾസ് തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു ബേസിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ ദ വാരിയബിൾസ് അണ്ടർ സ്റ്റഡി ആർ അഫക്റ്റഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് കോസസ് സോ ആസ് ടു ഫോം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു നോർമലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ വാല്യൂസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ദർ ഇസ് എ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സീരീസ് വൈ എന്ന് പറയുന്ന സീരീസിനെ എഫക്റ്റ് ചെയ്യും. ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിന് ബേസിലാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 അസംഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാൾ-പേഴ്സൺസിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്? എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് ഓഫ് കാൾ-പേഴ്സൺസ് കോഎഫിഷ്യൻറ്റ്. അതായത് ഇഫ് ദർ ഈസ് കോറിലേഷൻ ദെൻ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ലൈസ് ഇൻ ബിറ്റ്വീൻ പ്ലസ് ഓർ മൈനസ് 1. ഇഫ് ദർ ഈസ് നോ കോറിലേഷൻ ദ വാല്യൂ ഈസ് നോട്ട് ബൈസ്. ഏറ്റവും വലിയ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയാണത്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് -1 to +1 ഇടയിലായിരിക്കും ഉണ്ടാവുക. സോ ഇനി നോ കോറിലേഷൻ ആണെങ്കിൽ അവിടെ 0 ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആൻ അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് വേരിയേഷൻ.
ഒരു അപ്രോപ്രിയേറ്റ് മെഷർ ഓഫ് വേരിയേഷൻ എന്നൊരു സിസ്റ്റം വെച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. അതായത് പ്രോപ്പറായിട്ടുള്ളൊരു വേരിയേഷൻ അതിൽ ഉണ്ടായിരിക്കുന്ന അർത്ഥം. അതുപോലെ തന്നെ ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച്, അല്ലേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ആ ഡിഗ്രി അല്ലെങ്കിൽ ആ ഡയറക്ഷൻ ഇത് വെളിവാക്കുന്നുണ്ട്. പിന്നെ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഡസ് നോട്ട് ഹാവ് ടു പ്രൂവ് കോസേഷൻ ബട്ട് ഇറ്റ് സിംപ്ലി മെഷർ കോ വേരിയേഷൻ. അതായത് എന്തുകൊണ്ടാണെന്ന് പറയുന്നില്ല, അത് വേരി ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ എന്തിൽ പറയുള്ളൂ, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ പറയുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ജോമെട്രിക് മീൻ ഓഫ് ടു റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ഒരു സിംബോളിക്കലി പറയുന്നുണ്ട് r=√(bxy) × byx. അതായത് റിഗ്രഷനുമായിട്ട് റിലേറ്റഡ് ആണ് എന്ത്, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇതൊക്കെ കാൾപോഴ്സൺസിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇനി നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെൻ r=+1 ഇറ്റ് മീൻസ് ദർ ഇസ് എ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. r എന്ന് പറയുന്നത് +1 ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. വെൻ r=(-1) ആണെങ്കിൽ നെഗറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. r=0 ആണെങ്കിൽ നോ കോറിലേഷൻ. If the value of r is closer to +1 or -1, then it indicates a close relationship between variables. If the value of r is closer to 0, then it indicates the relationship is less. അതായത് +1-നും -1-നും അടുത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ 0-ൻ്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക, റിലേഷൻഷിപ്പ് വളരെ കുറവാണെന്നും പറയാം. ഇങ്ങനെ 3 കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്നും ഇൻ്റർപ്രിറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. എക്സ് നമുക്ക് 1, 3, 5, 8, 9, 10 തന്നിട്ടുണ്ട്. വൈ 3, 4, 8, 10, 12, 11 അങ്ങനെ തന്നിട്ടുണ്ട്. അത് നമ്മൾ കോളം വൈസിൽ എഴുതുകയാണ്. എക്സ് നമ്മൾ അടിയിലേക്ക് എഴുതുന്നുണ്ട്, 1, 3, 5, 8, 9, 10 എഴുതുന്നുണ്ട്. വൈ അതുപോലെ താഴത്തേക്ക് എഴുതുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എക്സിൻ്റെ ടോട്ടൽ എന്ത് കിട്ടി, 36 അല്ലേ? 3, 1, 4, 5, 4, 9, 8, 17, 9, 26, 10, 36 കിട്ടി. ഇനി വൈ 3, 4, 8, 10, 12, 11 അത് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 4, 3, 7, 8, 15, 10, 25, 10, 35, 37, 10, 47, 48 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്, അല്ലേ? എക്സ് മൈനസ് എക്സ് ബാർ കാണുന്നതിന് മുന്നേ നമുക്ക് എന്ത് കാണണം, എക്സ് ബാർ കാണണം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ എക്സുകളുടെയും മീൻ. എക്സുകളുടെ മീൻ എന്ന് പറയുമ്പോൾ എന്താ, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ടോട്ടൽ എത്രയാണ് കിട്ടിയുള്ളത്, എക്സിൻ്റെ 36. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്, 6. അപ്പോൾ നമുക്ക് എക്സ് ബാർ എത്ര കിട്ടി, 36 ഡിവൈഡഡ് ബൈ 6 = 6. അതുപോലെ വൈ ബാർ, വൈയുടെ ടോട്ടൽ എത്രയാണ്, 48. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്, 6. അപ്പോൾ 48 ഡിവൈഡഡ് ബൈ 6 8. അപ്പോൾ നമുക്ക് എക്സ് ബാറും കിട്ടി, വൈ ബാറും കിട്ടി. അപ്പോൾ നമ്മുടെ തേർഡ് കോളം ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ, എക്സ് മൈനസ് എക്സ് ബാറും വൈ മൈനസ് വൈ ബാറും. തേർഡ് കോളത്തിൽ ഫസ്റ്റ് എന്താ പറയുന്നത്, എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് എത്രയാണ്, 1. എക്സ് ബാർ എത്രയാണ്, 6. 1 മൈനസ് 6 അപ്പോൾ എത്രയാണ്, -5. ഇനി അടുത്തത് 3 മൈനസ് 6 -3. 5 മൈനസ് 6 -1. 8 മൈനസ് 6 2. 9 മൈനസ് 6 3. 10 മൈനസ് 6 4. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 0 കിട്ടും. ഓക്കെ, ഇനി വൈ മൈനസ് വൈ ബാർ ഇതുപോലെ ചെയ്യാം, അല്ലേ? 3 മൈനസ് 8 -1. 4 മൈനസ് 8 -4. 8 മൈനസ് 8 0. 10 മൈനസ് 8 2. 12 മൈനസ് 8 4. 11 മൈനസ് 8 3. അത് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 0 കിട്ടും. ഇനി അടുത്ത കോളം എന്താ, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ് കിട്ടിയത്, -5. അതിൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ 25 മൈനസ് പോസിറ്റീവായി മാറി. 3ൻ്റെ സ്ക്വയർ 9. 1ൻ്റെ സ്ക്വയർ 1. 2ൻ്റെ 4. 3യുടെ 9. 4ൻ്റെ 16. നമുക്ക് പിന്നെ ഇക്വേഷനിലേക്ക് എന്താ വേണ്ടത്, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ, അല്ലേ? അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ എത്ര കിട്ടി, 64. നമുക്ക് 25 9 1 4 9 16 കിട്ടി. അതിൻ്റെ സിഗ്മ അത് ടോട്ടൽ ചെയ്താൽ എത്രയാണ്, 64. ഇതുപോലെ തന്നെ വൈ മൈനസ് വൈ ബാറിൻ്റെ സ്ക്വയർ കാണുക. വൈ മൈനസ് വൈ ബാർ എത്രയാണ്, -5. അതിൻ്റെ സ്ക്വയർ എത്രയാണ്, 25. 4ൻ്റെ 16 0 0.
2 4 4 60 3 9 അല്ലേ? കണ്ടില്ലേ? ശ്രദ്ധിച്ച് നോക്കൂ. വൈ മൈനസ് വൈ ബാറിന് ഹോൾ സ്ക്വയർ അത് ടോട്ടൽ ചെയ്യുന്നു സിഗ്മ. അപ്പോൾ എത്ര കിട്ടി? 70 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കോളാണ് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ശ്രദ്ധിക്കുക, എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണ്? -5. വൈ മൈനസ് വൈ ബാർ എത്രയാണ്? -5. 5 ഇൻറ്റു 5 25. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഓക്കെ, ഇനി അടുത്തതിൽ -3 ഇൻറ്റു -4 12. -1 ഇൻറ്റു 0 0. 2 ഇൻറ്റു 2 4. 3 ഇൻറ്റു 4 12. 4 ഇൻറ്റു 3 12. അതിൻ്റെ ടോട്ടൽ എത്രയാണ്? 65. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വസ്തുക്കളും കിട്ടി അല്ലേ? ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? അപ്ലൈ ചെയ്യാൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇക്വേഷൻ ചെയ്താ ആർ ഇസ് ഇക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ വൈ മൈനസ് വൈ ബാർ സ്ക്വയർ. ഇനി എക്സ് മൈനസ് എക്സ് ബാറിനെ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുക? എക്സ് എന്നും വൈ മൈനസ് വൈ ബാറിനെ ഡിനോട്ട് ചെയ്യണം എന്താ? വൈ എന്നും. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ഇനി സിഗ്മ എക്സ് വൈ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 65 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 64 റൂട്ട് ഓഫ് ഇൻറ്റു റൂട്ട് ഓഫ് 70. അത് രണ്ട് ഇൻറ്റു ചെയ്താൽ ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടും? 0.97 കിട്ടും. ഇതാണ് കാൾപേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ശ്രദ്ധിക്കുക, ഓരോ നോക്കിയിട്ട് വൃത്തിയിൽ ബുക്കിൽ ചെയ്യുക.